ചെറിയ ചെറിയ കണ്ടുപിടുത്തങ്ങളാണ് നമ്മൾ വലിയ കണ്ടുപിടുത്തങ്ങൾ. അതെ അതെ, വിമാനമൊക്കെ കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ ബ്ലാക്ക് ബാരൽ എന്ന് പറയുന്ന ഈ എൻ്റെ കയ്യിലില്ല, ഈ ബ്ലാക്ക് ബാരൽ പ്ലസ് മാർക്കാണ് അതിൻ്റെ അടയാളം. ഈ നമ്മുടെ ആരോഗ്യ അവിടെ കാണുന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ മറിച്ച് നോക്കാം. ഇത് മറച്ച് വയ്ക്കാനായിട്ട് കാര്യപ്പെട്ട പാടത്തിൽ ഇപ്പോൾ ഈ ഷർട്ടിൻ്റെ തന്നെ നോക്കി കാണാം. ഇതിൻ്റെ ബട്ടൺസ് ഇവിടെ കാണില്ല. ഇതാ ഈ ഭാഗത്ത് ഇതിൻ്റെ ബട്ടൺ ഇട്ട് കഴിഞ്ഞാൽ കാണില്ല. അപ്പോൾ അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സൂത്രം അത് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള പണിയാണ്. അപ്പോൾ ഇത് നോക്കുമ്പോൾ ആവശ്യമില്ലാത്ത കാര്യമില്ലേ നമുക്ക് തോന്നും. അപ്പോൾ അത് അയാളുടെ താല്പര്യമാണ്. ഏതെങ്കിലും ഉൽപ്പന്നം ഉണ്ടാക്കുന്ന ഒരാൾക്ക് അയാളുടേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കാൻ വേണ്ടി അയാൾ ശ്രമിക്കും. ചിലപ്പോൾ അത് നമുക്ക് വിനയാവും. ആ വിനയം നമ്മൾ തന്നെ വേണം പരിഹരിക്കാൻ. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇവിടെ കാണിക്കുന്നത്. ഇത് ഗോപി ടാൽക്കാറ്റീവ് വീഡിയോ ബ്ലോഗ്. അപ്പോൾ എല്ലാ മനുഷ്യന്മാരും ക്രിയേറ്റിവിറ്റി ഉള്ളവരാണ്. ചിലപ്പോൾ ഓരോ കമ്പനിക്കും അതിൻ്റെ ഒരു വ്യത്യസ്തതയ്ക്ക് വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങളോർത്ത് എന്തിനാണ് ഇത് ചെയ്യുന്നത്. ഇയാളെ പലരും നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെ ആവശ്യമുണ്ടോ, നമുക്ക് സാധാരണമായിട്ട് കാര്യങ്ങൾ നടന്നാൽ പോരെ, കമ്പനി വ്യത്യസ്തമാക്കാൻ വേണ്ടി ഇമാതിരിയൊക്കെ പാടുപെടും. അപ്പോൾ അതിന് നിസ്സാര ഒരു കാര്യത്തിന് വേണ്ടി ചെയ്തൊരു പ്രവർത്തനമാണ്. അതിനെക്കുറിച്ച് ചിലർക്ക് വിമർശനമാണ് ഉണ്ടാവുക. അപ്പോൾ ആ വിമർശനമുള്ള ഒരാളെ തന്നെ നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ട് അവരെ സമക്ഷത്തെങ്കിലും വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ ആ വീഡിയോ നമ്മളെന്ത് ചെയ്യാൻ പോകണം വെച്ചാൽ മണ്ടത്തരായി തോന്നും, പക്ഷെ അതൊക്കെയാണ് പിന്നീട് വലിയ കണ്ടുപിടുത്തമായിട്ട് വരിക. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് പൊക്കി പിടിച്ചാലേ മോടിയൊന്നും കാണാനില്ല ഉപ്പിടാൻ. അപ്പം ശരിയാക്കണം. അപ്പോൾ അതൊരു വീഡിയോ ഷൂട്ടിങ്ങിന് ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ മാറിക്കൊണ്ട നീ പോലെ ഇതിപ്പോൾ ഒരു എന്താ പറയുക, ഇത് കാണാണ്ടോ അതിൽ ഇത് എന്തിൻ്റെയാണ്? ഒരു സുഗന്ധദ്രവ്യമാണ്. അത് കണ്ടോ, ഒരു ബാരലിൻ്റെ പോലെയാണ്. ബാരലിന് അതിൻ്റെ പേരുണ്ട്, ബ്ലാക്ക് ബാരൽ. അതുപോലെ നമ്മുടെ ഈ സാധനം ഡോക്ടർ വാഷ്, അവരുടെ ഒരു അത് പിടിക്കാൻ പാടില്ല. അതിങ്ങനെ ആക്കാനേ പാടില്ല. ഈ സാധനം കൊണ്ട് നീങ്ങും. അപ്പോഴാണ് ശരിക്കും. അപ്പോൾ ഈ ഡോക്ടർ വാഷ് എന്ന് പറയുന്നതിൻ്റെ ഒരു എംബ്ലം ഒരു പ്ലസ് ഉണ്ടാണ്. ആദ്യം തൊട്ട് പറ ഇതെന്താന്നൊക്കെ ചോദിക്കാം. അപ്പോൾ ഇത് ബാരലാണ്. ബാരലിൻ്റെ ആകൃതിയിലുള്ളൊരു ബോഡി സ്പ്രേ ആണ്. ബ്ലാക്ക് ബാരൽ എന്ന് പേരിന്. അപ്പോൾ ഇവരുടെ ഒരു താല്പര്യമാണ് ഇത് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. സാധാരണ എങ്ങനെയും ഉണ്ടാക്കിയാൽ മതി. അതേപോലെ ഇവർക്കൊരു താല്പര്യം എന്താണെന്ന്, ഇത് ഡോക്ടർ വാഷാണ്, ഒരു പേര് കേട്ട കമ്പനിയാണ്. അവർ ആരോഗ്യം അല്ലെങ്കിൽ ഹെൽത്തിനെ സൂചിപ്പിക്കുന്ന പ്ലസ് ഇവിടെ ഉണ്ട്, അത് ഇതിൻ്റെ മുകളിലുണ്ട്. പക്ഷേ ഇതുകൊണ്ട് നമുക്ക് എന്താ പ്രശ്നം വെച്ചാൽ ഇത് സാനിറ്റൈസറായിട്ട് ആണ് ഇതിൽ, അല്ലെങ്കിൽ വാഷ് മറ്റേ സോപ്പാണ്, ലിക്വിഡ് ഹാൻഡ് വാഷ്. നമ്മളിവിടെ പ്രസ് ചെയ്യുമ്പോൾ അത് ഇങ്ങനെ പോകും. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ വേണം. അപ്പോൾ ഇതിന് ചെറിയ സാധനം ഇവിടെ ഉണ്ട്, ഒരു മകുട. അതങ്ങനെ കാണില്ല, തപ്പി നോക്കണം. ചിലപ്പോൾ നമ്മുടെ ഈ വാഷ് ബേസിനൊക്കെ ഇരിക്കുന്ന വലിയ വെളിച്ചുള്ള സ്ഥലത്തൊന്നുമില്ല. അപ്പോൾ ചിലപ്പോൾ നമ്മൾ അറിയാണ്ട് അമർത്തി ചെയ്ത് നമ്മുടെ മുഖത്തേക്ക് വരും. നമുക്ക് കയ്യിലേക്കല്ലേ ഉണ്ട്. അപ്പോൾ അതിന് ഞാൻ ഒരു പാവ് ഉണ്ടാക്കാം. ഇപ്പോൾ ഇതുപോലത്തെ സാധനത്തെ കുഴപ്പമില്ല. അവിടെ എന്താ കാട്ടില്ല. വീഡിയോ ഷൂട്ടിങ് വളരെ പെർഫെക്റ്റ് ആയിരിക്കണം. മതി. പൊതുവെ ചില ആൾക്കാർ ഈ പരമ്പരാഗത രീതിയിൽ വിശ്വസിക്കുന്ന ഇതൊന്നും താല്പര്യപ്പെടില്ല. അവർ എന്താ പറയുക, എന്തിനാപ്പോൾ ഇതിനൊക്കെ മെനക്കെണ്ട്, ഇങ്ങനൊന്നും മാറ്റിയാൽ പോരെ, കുപ്പി മാറ്റിയാൽ പോരെ ചോദിക്കും. പക്ഷെ ആ സ്ഥാപനം ഇത്രയും ബുദ്ധിമുട്ടി അവരൊരു അമ്പലത്തിൻ്റെ അതേപോലെ ഇതൊക്കെ ഉണ്ടാക്കി നമ്മളെന്ത് ചെയ്യണം? ഇതെന്നെ ഉപയോഗിക്കണം. വേണ്ടേ? വേണ്ട. അങ്ങനെയൊന്നുമില്ല. ഒരു കുറച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് സൗകര്യം പോലെ അല്ലേ, അത് പോരാ. അപ്പോൾ അതാണ് നമ്മൾ ഈ പുതുമയെ പറ്റി അഭിപ്രായം പറയുമ്പോൾ പഴയത് മതി എന്ന് പറഞ്ഞ ആൾക്കാരാണ്. അപ്പം നമ്മളെന്ത് ചെയ്യാൻ പോകണം വെച്ചാൽ മണ്ടത്തരായി തോന്നും, പക്ഷെ അതൊക്കെയാണ് പിന്നീട് വലിയ കണ്ടുപിടുത്തമായിട്ട് വരിക. അപ്പോൾ അതാണ്ട് ഇത് ചെറിയൊരു കല്ലാണ്. ഈ കല്ല് ഇത്തിരി സ്മൂത്ത് ആവാതിരിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത കല്ലാണ്. സ്മൂത്ത് പറ്റില്ല, നമുക്കിത് സ്പർശിക്കുമ്പോൾ കണ്ണ് കാണാത്ത ആളൊന്നുമല്ല, നിങ്ങൾ തൊടുമ്പോൾ അറിയണത് ഏതാ പറയുന്നത്. അപ്പോൾ നമുക്കൊരു പണി ഒന്നുകിൽ ഇവിടെ വയ്ക്കാം, അല്ലെങ്കിൽ ഇവിടെ വെച്ചാലും മതി, അല്ലെങ്കിൽ നമുക്ക് ആ പഴയ സാധനത്തിന് കൊണ്ട് വയ്ക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതാ ക്വിക്ക് ഫിക്സ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഈ ഭാഗത്ത് ആക്കിയിട്ടുണ്ട്, കുറച്ച് മതി. അത് കഴിഞ്ഞിട്ട് നമ്മളിത് അതിൻ്റെ ഇപ്പുറത്താക്കി. എന്നിട്ട് നമ്മളെന്താ ചെയ്യാൻ പോണത്, ഇതിവിടെ വെച്ച് ഉറപ്പിക്കുകയാണ്. അപ്പോൾ അത് കുറേ കഴിഞ്ഞാൽ അത് ഉറയ്ക്കും. ഉറച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഈ ലിക്വിഡ്
ഇതിലേക്ക് തന്നെ ഒഴിച്ചിട്ട് ഇതൊന്ന് മാറ്റിയതാണത്. ഇത് ഒഴിച്ചിട്ട് നമുക്ക് ഏത് സമയത്ത് വേണമെച്ചാൽ നമുക്ക് തപ്പി പിടിക്കാം. ശരിയല്ലേ? എന്താ ഇതൊരു കണ്ടുപിടുത്തമല്ലേ? ഇത് ഒരു നൂതനമായൊരു ആവിഷ്കരണമല്ലേ ഇത്? അല്ലേ? എന്താ ക്യാമറമാൻ അതിൽ സജീവമായിട്ട് സഹകരിക്കണം. ഇതൊരു ചർച്ചയും കൂടിയാണേ. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ഇനിയിപ്പോൾ നമുക്ക് ഇത് ഏതാണ് അറിയാതെ ഈ അബദ്ധം പറ്റില്ല. നമ്മുടെ മേലേക്കത് ചീറ്റിപ്പോകുന്ന പ്രശ്നമില്ല. നമുക്ക് ഇങ്ങനെ തപ്പി പിടിക്കാം. ഇപ്പോൾ തപ്പി പിടിച്ചാൽ അത് ഉണങ്ങിയിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു മഹത്തായ ഒരു കണ്ടുപിടുത്തം. ചെറിയ ചെറിയ കണ്ടുപിടുത്തങ്ങളാണ് നമ്മൾ വലിയ കണ്ടുപിടുത്തങ്ങൾ. വിമാനമൊക്കെ കണ്ടുപിടിക്കുന്നത്. പക്ഷേ ചില ആൾക്കാർക്ക് എന്താണെന്ന് വെച്ചാൽ അവർ ആ പഴയതും കൊണ്ട് ചെറിയൊരു കാൽവയ്പ്. അതെ, ചില ആൾക്കാരെ ഈ പഴയത് പണ്ടത്തെ അടുപ്പിൽ ആ ചാരത്തിൽ തീ പൂട്ടിയിട്ടുള്ള ആ രീതി, അങ്ങനെ ചില ആൾക്കാരുണ്ട്. അവരെ നമുക്ക് തിരികെ കൊണ്ടുവരാൻ നല്ല പാടാണ്. അപ്പോൾ നമ്മുടെ ഈ അതിനെക്കുറിച്ചിട്ട് ആത്മാർത്ഥമായിട്ട് അഭിപ്രായം ഒന്ന് കേൾക്കട്ടെ. അത് നല്ല കാര്യം തന്നെ അല്ലേ? ഈ കൊറോണയൊക്കെ ഉണ്ടായതിനു ശേഷം ഈ മഹാത്തായ കൈ കഴുകൽ ഇങ്ങനെ തുടങ്ങിയത്. അതെ, അല്ലെങ്കിൽ വല്ല സോപ്പ് ഇട്ടിട്ട് അല്ലെങ്കിൽ ഫേസ് വാഷ് അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് കൈ കഴുകുന്നല്ലേ ഉള്ളൂ. ഇതിപ്പോ ഇങ്ങനെയൊക്കെ വന്നു. പിന്നെ എന്താണ് ഫെസിലിറ്റീസൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുരോഗമനത്തെ വെച്ചാൽ നമ്മളും മാറണ്ടേ? അപ്പൊ നാട് ഓടുമ്പോ നടുവേ ഓടണം. പിന്നെ കുറച്ചൊക്കെ നമ്മുടെ സൗകര്യങ്ങളും നോക്കിയിട്ട് ഇതിപ്പോൾ നമ്മൾ ഇവരെ ഒന്ന് മാനിക്കുകയാണ്. ഇങ്ങനെ ഒരു ഡോക്ടർ വാഷ് എന്ന സ്ഥാപനം ഇങ്ങനെ ഈ രീതിയിലൊന്നും ഉണ്ടാക്കി. ഇത് എൻ്റെ ഒരു ഭവിഷ്യത്ത് ഇതാണ്. ഇതിൽ ഏതാണെന്ന് അറിയില്ല. പ്രായം ചെന്നവർക്കൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടും, കുട്ടികൾക്കും ബുദ്ധിമുട്ടില്ല. അവിടെ അപ്പോൾ അവരിവിടെ ചെറിയ സ്പോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന് ബൾജ് ചെയ്യുന്നൊരു സാധനം. അത് തേഞ്ഞ് പോയതാവാം, അല്ലെങ്കിൽ അത് സക്സസ്ഫുൾ അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ചെറിയൊരു ചിലവ് ചുരുങ്ങിയൊരു കല്ലെടുത്തു ഒരു ഫിക്സ് ഒക്കെ എടുത്തിട്ട് ഇത്തരത്തിൽ നമ്മൾ ഓരോന്നിനെയും മാറ്റി മറിക്കണം. നമ്മുടെ വ്യക്തിമുദ്ര എന്നാൾ പറഞ്ഞ പോലെ പതിപ്പിക്കണം. അതാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിച്ചു. എല്ലാവരും ഇത് ലൈക്ക് ചെയ്തോളണം, നന്നായി ഒന്ന് കമൻറ്റ് ചെയ്തോളണം. സബ്സ്ക്രൈബ് ആദ്യമേ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഡോക്ടർ വാഷിൻ്റെ ആ ബോട്ടിലിൻ്റെ മുകളിലുണ്ടാകുന്ന ചെറിയ പ്രശ്നം നമ്മൾ ചെറിയ കല്ലും ഒരു ഫെവിക്വിക്കും കൂടി ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് വലിയ മഹത്തായ കാര്യമൊന്നുമല്ല. ഇതൊരു തമാശയാണ്, അല്ലെങ്കിൽ ഇതൊരു പൊട്ടത്തരാണെന്ന് പറയും. പക്ഷേ നമ്മൾ അവരെ മാനിച്ചുകൊണ്ട് വേണമെങ്കിൽ ആ കുപ്പി വലിച്ചെറിഞ്ഞിട്ട് വേറെ കുപ്പിയുടെ ടോപ്പ് അതിന് മൂലിടാം, അല്ലെങ്കിൽ ഈ ലിക്വിഡ് വേറൊന്നിലേക്ക് ഒഴിക്കാം. പക്ഷെ നമ്മൾ അവരെ മാനിച്ചുകൊണ്ട് അവരുടെ ആ സംവിധാനത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെ അത് ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ശ്രമിക്കുകയാണ് എല്ലാവരും ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. നമുക്കൊക്കെ ചില പിടിവാശിയുണ്ട്. ഇപ്പം അതാ ഈ ഷർട്ടിൻ്റെ കാര്യം നോക്കുക. ഇതുണ്ടാക്കിയ ആൾക്കൊരു പിടിവാശിയുണ്ട്. ഒന്നുമില്ല, ബട്ടൺ കാണില്ല. ബട്ടൺ ഇട്ട് കഴിഞ്ഞാൽ തന്നെ അത് പുറത്തുനിന്ന് നോക്കിയാൽ കാണാത്ത രീതിയിലാണ് അയാൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ ബ്ലാക്ക് ബാരൽ എന്ന് പറഞ്ഞൊരു പെർഫ്യൂം, അതൊരു ബാരലിൻ്റെ നമ്മുടെ മണ്ണെണ്ണ ബാരലിൻ്റെ അതേ രൂപത്തിലാണ്, കറുത്തിട്ടാണ്. പിന്നെ മറ്റൊന്ന് ഡോക്ടർ വാഷ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഒരു ലിക്വിഡ് സോപ്പ്, നമ്മുടെ ഈ കൊറോണ കാലത്ത് ഉപയോഗിക്കുന്ന ഒരു സാധനം, അതിലും അവർ പണി ചെയ്തു. ഇതൊക്കെ ചെയ്യുമ്പോൾ അവിടുന്ന് ചോദ്യം ഉണ്ടായിട്ടുണ്ടാവും. നമ്മളൊരു ഉൽപ്പന്നം ഉണ്ടാക്കുമ്പോൾ നമ്മളൊക്കെ ഓരോരുത്തരും പിടിവാശിക്കാരാണ്. നമ്മളുടെ ഒരു തനതായ വ്യക്തിമുദ്ര പതിപ്പിക്കണമെന്ന് നമുക്ക് തോന്നും. ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുന്നു നമ്മൾ. അപ്പോൾ ഈ ഷർട്ടിൻ്റെ തുന്നി ഉണ്ടാക്കി, അല്ലെങ്കിൽ ഇതിൻ്റെ കമ്പനി ചെയ്തിരിക്കുന്ന പണി എന്താണ്? ഇതിൻ്റെ ബട്ടൺ കാണില്ല. ബട്ടൺ കാണണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പൊളിച്ച് നോക്കണം. ഇത് മറച്ചു വയ്ക്കാനായിട്ട് അയാൾ പെട്ട പാടത്ര ആയിരിക്കും. പക്ഷേ അതൊരു ക്രിയേറ്റിവിറ്റിയാണ്. അതുപോലെ പല സാധനങ്ങളുടെയും ഈ ക്രിയേറ്റിവിറ്റി ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാവും, ചിലപ്പോൾ നമുക്ക് സൗകര്യമായിരിക്കും. ഇപ്പോൾ ബ്ലാക്ക് ബാരൽ എന്ന് പറയുന്ന എൻ്റെ കയ്യിലില്ല, ഈ ബ്ലാക്ക് ബാരൽ എന്ന് പറയുന്ന ഒരു പെർഫ്യൂം ഉണ്ട്. അത് ബാരലിൻ്റെ ഷേപ്പിലാണ്, ഒരു മണ്ണെണ്ണ ബാരലിൻ്റെ ഷേപ്പിൽ തന്നെയാണ്, കറുത്ത നിറത്തിലാണ് അതിൻ്റെ നിർമ്മാണം. അത് ഡോക്ടർ വാഷ് എന്ന് പറയുന്നൊരു കമ്പനിയുടെ ഒരു പ്ലസ് മാർക്കാണ് അവരുടെ അടയാളം. നമ്മുടെ ആരോഗ്യ അല്ലെങ്കിൽ ഹെൽത്തിൻ്റെയൊക്കെ സൂചകമായിട്ട് ഡോക്ടർമാരുടെയൊക്കെ ഇതുപോലെ നമ്മുടെ മണ്ണിലോ ഒരു പ്ലസ് ചുവന്ന നിറത്തിലുള്ളത്, അത്തരം ഒരു പ്ലസിൻ്റെ ആകൃതിയിലാണ് അവരുടെ ലിക്വിഡ് സോപ്പ്, അതായത് നമ്മൾ കൊറോണ കാലത്ത് ഉപയോഗിക്കുന്ന ഹാൻഡ് വാഷിൻ്റെ ഇത്. അപ്പോൾ അതിൽ ചില ബുദ്ധിമുട്ടുണ്ടായി. അത് പരിഹരിക്കാൻ നടത്തിയ ഒരു വലിയ മഹത്തായ ശ്രമത്തെക്കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്.
അപ്പോൾ അത്തരം നമുക്ക് വിളിച്ചാൽ അത് ഉപേക്ഷിക്കാം. പക്ഷെ അവരെ മാനിച്ചുകൊണ്ട് ഒരു സ്ഥാപനത്തിൻ്റെ ക്രിയേറ്റീവ് ഹെഡ് ഒരു പ്രത്യേക രീതിയിലൊരു സാധനം ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അതിൻ്റെ പേരിൽ അതിനെ കളയാൻ പാടില്ല. നമുക്കൊത്തിരി ബുദ്ധിമുട്ടുണ്ടാവാം, എന്നാലും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയെന്നും ആ ബുദ്ധിമുട്ടുകൾ എങ്ങനെ തരണം ചെയ്തു എന്നും ഇവിടെ കാണിക്കാം. സംഗതി കൊണ്ട് നിസ്സാരമാണ്. നിസ്സാരമായൊരു പ്രവർത്തനം കൊണ്ടാണ് ആ ബുദ്ധിമുട്ട് നമ്മൾ പരിഹരിച്ചത്. ഓരോ നിർമ്മാണ കമ്പനികളുണ്ട്. ഓരോ നിർമ്മാണത്തിനും അതിൻ്റെ നിർമ്മാതാക്കൾ ചില വിക്രികൾ ഒപ്പിക്കും. അതൊരു ഐഡൻറ്റിറ്റിക്ക് വേണ്ടിയിട്ടായിരിക്കും. ആ ഐഡൻറ്റിറ്റിക്ക് വേണ്ടി ഉണ്ടാക്കിയ വിക്രിയ ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങനെ നമ്മളൊരു ഉൽപ്പന്നം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമ്മുടേതായ ഒരു വ്യക്തിമുദ്ര അതിൽ നമ്മൾ പതിപ്പിക്കും. നമ്മുടെ സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ ഒരു തനതായ ഒരു എംബ്ലം അതിലുണ്ടാവും. ചിലപ്പോൾ നിസ്സാരമായിരിക്കും. ഒരു ഷർട്ടിൻ്റെ പ്രത്യേകത നോക്കും. ഇതിൻ്റെ ബട്ടൺ അഴിച്ചാൽ അത് ബട്ടൺ ഇട്ടുണ്ടെങ്കിൽ അത് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് അയാളുടെ താല്പര്യം. നമുക്കതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. ചിലപ്പോൾ ചില സാധനങ്ങൾ, അതുപോലെ ബ്ലാക്ക് ബാരൽ എന്ന് പറയുന്ന ഒരു പെർഫ്യൂം, ആ പെർഫ്യൂമിന് ബാരലായിട്ട് യാതൊരു ബന്ധമുള്ളതല്ല ഈ പെർഫ്യൂം. പക്ഷേ ഒരു ബ്ലാക്ക് ബാരലിന് പേരിട്ടു, അതിനനുസരിച്ചിട്ടൊരു ബോട്ടിലുണ്ടാക്കി. ശരിക്കുമുള്ളൊരു മണ്ണെണ്ണ ബാരൽ കണ്ടിട്ടില്ലേ, അത് കറുപ്പ് നിറത്തിലാണ് മാത്രം. പിന്നെ ഡോക്ടർ വാഷിൻ്റെ കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഡോക്ടർ വാഷ് എന്ന് പറഞ്ഞ ടീമിൻ്റെ ഒരു ലിക്വിഡ് സോപ്പ്, അല്ലെങ്കിൽ ഒരു വാഷിംഗ്, നമ്മുടെ കൊറോണ കാലത്ത് ഉപയോഗിക്കുന്ന ഒരു സോപ്പ്, ലിക്വിഡ് സോപ്പ്, എന്താ പറയുക.